ദൈവത്തിന് മഹത്വം. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ വരവും അന്ത്യകാല ലക്ഷണങ്ങൾ 263 ഭാഗത്തേക്ക് ഏവരെയും പ്രാർത്ഥനയോടെ ക്ഷണിച്ചുകൊള്ളുന്നു. അന്ത്യകാല സംഭവങ്ങൾ 2 തിമോത്തിയോസ് 3-ാം അധ്യായം 1-ാമത്തെ വാക്യം. അവിടെ അന്ത്യകാല ലക്ഷണങ്ങളെ പറ്റി പൗലോസ് അപ്പോസ്തലൻ ലോകത്തോട് അറിയിക്കുന്ന സന്ദേശമാണ്. 1, മനുഷ്യൻ സ്വസ്നേഹികളാകും. ഇതുപോലെ ഒരു കാലം ഉണ്ടായിട്ടില്ല. മനുഷ്യത്വമില്ലാത്ത കാലം. അവനവനെ സ്നേഹിക്കുക, സ്വന്തമായിട്ട് അവനവനെ സ്നേഹിക്കുക, വേറെ ആരെയും സ്നേഹിക്കാൻ താല്പര്യമില്ലാത്ത ഒരു തലമുറ ഉണ്ടാകുമെന്ന് പൗലോസ് അപ്പോസ്തലൻ പരിശുദ്ധാത്മാവിൽ പറഞ്ഞത്. ഇത് നടക്കുന്നത് ഇപ്പോഴാണ്. ഈ സമയത്തിന്റെ പേരാണ് അന്ത്യകാല ലക്ഷണങ്ങൾ അഥവാ അന്ത്യകാല. തന്നെത്താൻ സേവിക്കുന്നതിന് വേണ്ടി എന്തും ചെയ്യുവാൻ മടിയില്ലാത്ത ആളുകൾ, വേണ്ടി വന്ന പ്രതിയോഗിയെ വകവരുത്തി കൊല്ലാനും വരെയും ചിന്തിക്കുന്ന വ്യക്തികൾ, അങ്ങനത്തെ ലോകത്തിലാണ് നമ്മളായിരിക്കുന്നത്. ഇവർക്ക് മാതാപിതാക്കളോടോ സഹോദരീ സഹോദരന്മാരോടോ ചാർച്ചക്കാരോടോ ഒരു കടപ്പാടുമില്ല. പറഞ്ഞാൽ മൃഗങ്ങളെക്കാൾ താഴ്ന്നുപോയി. മൃഗങ്ങളൊക്കെ നമ്മൾ കാണുമ്പോൾ കൂട്ടമായിട്ട് ഒരു പ്രശ്നമില്ലാതെ ജീവിക്കുന്നു. അതിനെക്കാട്ടിലും താഴ്ന്ന ഒരു തലമുറയുടെ നടുവിലാണ് നാം ഓരോരുത്തരും ആയിരിക്കണമെന്ന് സൂക്ഷിച്ചുകൊള്ളണം. ഇന്ന് കൊട്ടേഷൻ തൊഴിലാളികൾ, അവർക്ക് വരെയുണ്ട് യൂണിയൻ എന്നൊക്കെ പറയുന്നത്. ആരെ വേണമെങ്കിലും കൊല്ലാൻ അവർ തയ്യാറാണ്. കൈവെട്ടാനോ അതോ തലവെട്ടാനോ കയ്യും കാലും വെട്ടാനോ മാരകമായി ഉപദ്രവം കൊടുക്കുവാനോ. അങ്ങനെ ഒരു കൂട്ടം കൊട്ടേഷൻ തൊഴിലാളികൾ നമ്മുടെ കേരളത്തില്, പുറത്തൊന്നും പോണ്ടാന്നേ, കേരളത്തില് അത് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. സ്വന്തം ഭാര്യയെ വരെയും കൊട്ടേഷൻ തൊഴിലാളികളെ കൊണ്ട് ഏതെങ്കിലും നിലയിൽ കൊല്ലുവാൻ ശ്രമിക്കുന്ന അന്ത്യകാല ലക്ഷണങ്ങൾ. മനുഷ്യൻ സ്വസ്നേഹികൾ. ഞാൻ തൃശ്ശൂരാണ് പാർക്കുന്നത്. ഇവിടെ ഒരു 5-8 കിലോമീറ്റർ അപ്പുറത്തൊരു 2-3 വർഷങ്ങൾക്ക് മുമ്പ് സംഭവം. സ്വന്തം ഭർത്താവിനെ കാറിടിപ്പിച്ചു കൊല്ലത്തക്കവണ്ണം 5 ലക്ഷം രൂപ കൊടുത്ത് കൊട്ടേഷൻ ക്രമീകരിച്ച് ആദ്യം ഒന്ന് ഇടിച്ചു, രണ്ടാമതിടിച്ചു. ആളുകൾ വിചാരിച്ചു ഇത് കാർ ആക്സിഡന്റ് ആണെന്ന്. പക്ഷെ ഇത് 2 പ്രാവശ്യം പുറകോട്ട് പോയിട്ട് ഇടിച്ചപ്പോൾ പിടികിട്ടി ആക്സിഡന്റ് അല്ല, ഇത് കൊലപാതകമാണ്. എന്നാൽ പക്ഷേ അദ്ദേഹത്തിന്റെ ഭാഗ്യം കൊണ്ട് ജീവൻ തിരിച്ചു കിട്ടി. ഒടുവിൽ അവരെ പിടിച്ചു. അവരെ പിടിച്ചപ്പോഴാണ് മനസ്സിലാക്കാൻ സാധിച്ചത് അദ്ദേഹത്തിന്റെ ഭാര്യയാണ് ഇങ്ങനെ ചെയ്തത്. അദ്ദേഹത്തിന്റെ ഭാര്യ എവിടെ? ജയിലിൽ. കൊട്ടയം തൊഴിലാളികൾ എവിടെ? ജയിലിൽ. എന്നെ കേൾക്കുന്നവരെ, ഞാനൊരു വാട്സപ്പിലും യൂട്യൂബിലും എൻ്റെ മെസ്സേജ് വിടുന്നുണ്ട്. നിങ്ങൾ ആരെങ്കിലും ഈ നിലയിൽ വല്ലവരും ഉണ്ടെങ്കിൽ നിങ്ങൾ അതൊക്കെ വിട്ട് മഹാദൈവത്തെ നിങ്ങൾ അംഗീകരിച്ചാൽ നിങ്ങൾക്ക് നല്ലതാ. അല്ലെങ്കിൽ നിങ്ങളും അവസാനം എന്താണെന്ന് പറയാൻ പറ്റുകയില്ല. അടുത്ത കാലത്ത് കേട്ടു, സ്വന്തം ഭാര്യയുടെ ആഭരണം ഈ ഭർത്താവ് എന്ന് പറഞ്ഞ തസ്കർ എന്ന് പറഞ്ഞ കുഴപ്പമില്ല, അത് മാറ്റിവെച്ചു. അതുകൊണ്ട് കേസ് കൊടുത്തു. ഏതോ കള്ളന്മാർ വന്നിട്ട് എൻ്റെ ഭാര്യയുടെ ആഭരണം മോഷ്ടിച്ചു. പോലീസുകാർ വന്നപ്പോൾ വീട്ടുകാരെ ചോദ്യം ചെയ്തു.
അവർ നിരവധിയാണ്. പക്ഷേ ഈ ഭർത്താവിന്റെ ഇടപാടൊക്കെ പോലീസൊക്കെ നന്നായിട്ട് അറിയാമല്ലോ. എത്ര പഠിച്ച കള്ളനാണേലും പോലീസിന് മുമ്പിൽ അതൊക്കെ തെളിഞ്ഞു വരും. അദ്ദേഹത്തെ 2 ചോദ്യം ചോദിച്ചപ്പോൾ മാല എടുത്തു കൊടുത്തു. അവിടെ വെച്ച് തന്നെ ആവശ്യം പോലുള്ള സംഗതികൾ കിട്ടി, കേസാക്കി. കാരണം പോലീസ് ഡിപ്പാർട്ട്മെന്റിനെ കളിയാക്കിയതിന് അതിന് വേറെ കേസ്. നോക്കിക്കോണം, സ്വന്തം ഭാര്യയുടെ ആഭരണം കൊണ്ട് വിറ്റിട്ട് സൂഹിക്കാൻ പോകുന്ന സ്വസ്നേഹി. ഇത് നമ്മുടെ ഈ കേരളത്തിൽ നടക്കുന്ന കാര്യമാണ്. ഇത് വചനം നിറവേറുന്നു എന്നാണ് ഞാൻ ഈ സത്യം നിങ്ങളോട് വിളിച്ചറിയുക. അടുത്ത പൗലോസ് ദ്രവ്യാഗ്രഹങ്ങൾ, ഇതുപോലെ ദ്രവ്യാഗ്രഹങ്ങൾ ഗവൺമെന്റിലെ ജോലിക്കാർക്ക് മാന്യമായ ശമ്പളമുള്ളത്. അവരുടെ ഏറ്റവും താഴ്ന്ന ജോലിക്കാരൻ മുതൽ നല്ല ശമ്പളം, ഒരു കുടുംബത്തിന് സുഭിക്ഷമായിട്ട് ജീവിക്കാനുള്ള ശമ്പളം നമ്മുടെ കേരള സർക്കാർ നൽകുന്നുണ്ട്. എന്നാൽ പല സ്ഥലങ്ങളിലെ ഞാൻ പേരെടുത്ത് പറയുന്നില്ല, ചിലപ്പോൾ പേപ്പേഴ്സുകൾ ഒപ്പിടാനായിട്ടും പല കാര്യങ്ങൾക്ക് വേണ്ടി ചെല്ലുമ്പോൾ അതിന് ഭയങ്കരമായി കൈക്കൂലി. അടുത്ത ദിവസം ഇലക്ട്രിസിറ്റിയുടെ കാര്യത്തിന് വേണ്ടി കണക്ഷൻ കൊടുക്കാമെന്ന് പറഞ്ഞ് കൈക്കൂലിക്കാരനായിരിക്കുന്ന സബ് എഞ്ചിനീയറെ കയ്യോടെ പിടിച്ചു. എന്തു നല്ല ശമ്പളം, അദ്ദേഹത്തിന് നല്ല സ്ഥാനമാന സാറെന്നൊക്കെ വിളിക്കുന്ന ആ അവസരത്തിൽ നിന്നും ഇന്ന് എവിടെ പോയി? ജോലിയും പോയി ജയിലിൽ കിടക്കുകയാണ്. എത്ര ആളുകളെ പിടിക്കപ്പെടുന്നു എങ്കിലും ഇതിനകത്തുള്ള സ്ത്രീകളും പിടിക്കപ്പെടുന്നുണ്ട്. ഒരു സ്ത്രീയെ പറ്റി പറഞ്ഞത്, അവർ ജോലി പ്രവേശിച്ച് അന്ന് തന്നെ കൈക്കൂലി വാങ്ങിയെന്ന്. ഇതെന്താണ്? ഇതിന്റെ പേരാണ് ദ്രവ്യാഗ്രഹം. നമ്മുടെ കർത്താവ് പറയും, ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുവീൻ, നാളെയെ കുറിച്ച് വിചാരിക്കരുത്. ഉള്ളത് നാളെ നമ്മൾ ഭൂമിയിലുണ്ടോ ഇല്ലയോ എന്നറിയേല. ദ്രവ്യാഗ്രഹം. മോട്ടോർ സൈക്കിളിൽ ഇപ്പോൾ ഹെൽമെറ്റ് വെക്കണം നിയമം ഉള്ളതുകൊണ്ട് ഈ തസ്കര സംഘത്തിന് നല്ലൊരു അവസരമാണ്. അവർ പല പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ സ്ത്രീകൾ ഒറ്റപ്പെട്ട വഴിയോടെ പോകുമ്പോൾ ചേച്ചി വഴി ചോദിക്കും, പുറയിരിക്കും, ചാടിപ്പിടിക്കും. അവർ നെഞ്ചത്തടിച്ചിട്ട് അവർ വാക്ക് പറയണം, ദൈവം നിന്നെ പിടിക്കണമെന്ന് പറയും. വലിയ താമസമില്ലാതെ അവനെ പിടിക്കും, അവനെ ജയിലിലിടും. പക്ഷെ വിറ്റിയാഴ്ച കേൾക്കാം മാല പൊട്ടിച്ചെന്ന്. ഇവന്മാരെ എല്ലാം പിടിക്കപ്പെടുകയാണെന്ന്. വല്ലവും അറിയാതെങ്ങാണോ 1-2 പേര് രക്ഷപ്പെട്ടതെന്നല്ലാതെ ബാക്കി എല്ലാവരും പിടിക്കപ്പെട്ടിരിക്കുകയാണ്. ഇതിന്റെ പേരാണ് ദ്രവ്യാഗ്രഹികൾ. അടുത്ത കാലത്ത് നമ്മുടെ പേപ്പറിലൊക്കെ ഒന്ന് വലിയ വാർത്തയാണ്. ഞാൻ ആ സ്ഥലപ്പേരോ ആ അമ്പലത്തിന്റെ പേരൊന്നും താല്പര്യപ്പെടുന്നില്ല. അവിടെ നിന്നും സ്വർണം അടിച്ചു മാറ്റി. എത്ര എണ്ണം ഇവ ജയിലിൽ കിടക്കുന്നത്. അതിന് പാട്ടൊക്കെ ആളുകളങ്ങ് ഉണ്ടാക്കി പാടാൻ തുടങ്ങി. എന്ന് പറഞ്ഞാൽ ക്ഷേത്ര കാര്യാദികളോ പള്ളികളോ ക്രൈസ്തവ പള്ളികളിലെയോ അതിനകത്തുള്ള സ്വർണം കൊണ്ടുള്ള ഉപകരണങ്ങൾക്കൊന്നും ഇന്ന് സുരക്ഷിതമല്ല. അവിടെയും മോഷണം നടക്കുന്നു. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കണം, ഇവരൊക്കെ മാന്യന്മാരായ ആളുകളായിട്ടാണ് ലോകത്തിനു മുമ്പിൽ കാണുന്നത്. അവരൊക്കെ വലിയ ബഹുമാനത്തോടൊക്കെ വിളിക്കുന്നത്. പക്ഷെ എന്താ, ദ്രവ്യാഗ്രഹം എന്ന മഹാപാപം അകത്ത് കയറിയാൽ ഉണ്ടാകുന്ന ദോഷം എന്താണ്? വിശുദ്ധ ബൈബിൾ പറയുന്നു, ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിനും കാരണമാണ്. ഇത് അനവധി ആളുകൾ ആഗ്രഹിച്ച് വിശ്വാസത്തിൽ നിന്നും അകന്ന് അവർ ബഹുദുഃഖത്തിന്, അത് ദൈവമക്കളോട് അല്ലെ വിശ്വാസത്തോടും പറയുന്നതാണ്, ആധീനരായി തീരും. ദൈവം അവരെ തള്ളിക്കളയും. അതുകൊണ്ട് ഈ അന്ത്യകാലത്തെ ഇതൊക്കെ നടന്നോട്ടെ. കേൾക്കുന്ന നിങ്ങളുടെ ജീവിതത്തിലെ ഒഴിവുള്ളവരാകണമെന്നാണ് എൻ്റെ ആഗ്രഹം. ദൈവമായ കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവിൻ്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്നു. ഭാരതത്തിൽ ഉണർവിന് ലക്ഷണം നടക്കുന്നു. യേശു വരാറായി. പോകുവാൻ തയ്യാറാകുക. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ.